സോ വെൽക്കം ബാക്ക് ടു റേസ് ഏഗൺ. മിസ്സിന് എന്തിനാ വന്നേക്കുന്നത് അറിയാവോ? നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് അറിയോ? ഡിസ്കോഴ്സസ് ആണ്. കാരണം എന്താ, അവിടെ നമുക്ക് ഫ്രീ ആണ്. നമുക്ക് ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് എന്താണ് എഴുതാൻ പറ്റുന്നത് അത് എഴുതാം. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. എന്താ? ഫോമാറ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിസ്കോഴ്സ് ചെയ്തിട്ട് എന്താണ് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിസ്കോഴ്സസിൻ്റെയും ഫോമാറ്റും കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യും ഇന്ന് സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ എക്സാമിന് പെട്ടെന്ന് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാമല്ലോ, ഒരുപാട് മാർക്ക് സ്കോർ ചെയ്തോടെ. സോ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മിസ് കുറച്ച് ഡിസ്കോഴ്സസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 നോക്കിയാലോ. സോ ദ ഫസ്റ്റ് വൺ ഇസ് ബ്ലർബ്. എന്താണ് മക്കളെ ബ്ലർബ് എന്ന് വെച്ചാൽ? ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ബുക്ക് വാങ്ങിയാൽ ഈ ബുക്കിൻ്റെ ബാക്ക് സൈഡ് ഇല്ലേ, ബാക്ക് കവർ ഇല്ലടാ, ആ ബാക്ക് കവറിൽ കുറച്ച് റൈറ്റിങ്സ് ഉണ്ടാവും. അതിൽ ഓതറെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഓതർ പിക്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, പിക്ചേഴ്സ് ഉണ്ടാവും. തന്നെ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്, എന്താ, ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കും. എന്നുവെച്ചാൽ ഒരു ഷോർട്ട് സമ്മറി, ആ ബുക്കിനെ കുറിച്ച് വളരെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവാണ് എന്ത് ബ്ലർബ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ എന്താണ് ബ്ലർബ്. ബ്ലർബിന് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. A blurb is a short, engaging description or summary that gives readers a quick idea of what a book is. ഒരു ബുക്കിനെ കുറിച്ച് പെട്ടെന്നൊരു ഐഡിയ കൊടുക്കുക, അതാണ് ആക്ച്വലി എന്ത് ബ്ലർബ് എന്ന് വെച്ചാൽ. ഇനി നമുക്ക് നോക്കിയാലോ ബ്ലർബ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. സോ ദ ഫസ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക്. നമ്മൾ എന്ത് ചെയ്തും ആ ബുക്കിനെ കുറിച്ച് എന്ത് ചെയ്യണം, ചെറിയൊരു നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പേടിക്കണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും, ഹിൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ബുക്ക്, ആരെ എഴുതിയത്, എന്തിനെ കുറിച്ചാണൊക്കെ എന്താവും, ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് ഹുക്ക് ചെയ്തെടുത്ത് എഴുതിയാൽ മതി. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഹുക്ക്. ഒരു ക്യാച്ചിങ് ഓപ്പണിംഗ് ഉണ്ടാവണം. നമ്മുടെ ഒരു ഉദ്ദേശം എന്താ, ഈ ബ്ലർബ് സക്സസ് ആവുന്ന എപ്പോഴാണെന്ന് അറിയാം. ഇപ്പം നമ്മളൊരു നമ്മുടെ ബ്ലർബ് ഒരാൾ വായിക്കുമ്പം കുറച്ച് ക്യൂരിയസ് എലമെൻറ്റ്സ് കൊടുക്കുക. വെച്ചാൽ ഈ ബുക്ക് എന്തായിരിക്കും എന്നൊന്ന് വായിച്ചു നോക്കാമല്ലോ, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ, അങ്ങനെ ഒരു ഹുക്ക് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവിടെയാണ് എന്ത് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പം ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആൽക്കമിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ക്യാച്ചിങ് ആയിട്ട് സെൻറ്റൻസ് നോക്കിയാൽ എങ്ങനെ തുടങ്ങാമെന്ന്. വാട്ട് ഇഫ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം വാസ് ഓൾസോ യുവർ ഗ്രേറ്റസ്റ്റ് ജേർണി. ആ ബുക്ക് വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണക്റ്റ് ആവും അല്ലേ. ഇതൊരു ക്യൂരിയസാ, എന്താണ് ജേർണി ആൻഡ് ഡ്രീം എന്നൊക്കെ പറയുന്നത്. അല്ല, അങ്ങനെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ കൊണ്ടു കൊടുക്കാൻ എന്തെങ്കിലും ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ നമ്മൾ ബ്ലർബിൻ്റെ. ആൻഡ് അപ്പീൽസ് റീഡേഴ്സ് ഇൻട്രസ്റ്റ്. ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. ആർക്ക്? നമ്മൾ റീഡേഴ്സിന്. ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ഓതർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ലേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ഫോർവേഡ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് അട്രാക്റ്റീവ്. വളരെ ഷോർട്ട് ആയിരിക്കും നമ്മുടെ ബ്ലർബ്. ഒരു എസ് ഒന്നും പോലെ ഒരുപാടൊന്നും ഒരിക്കലും എഴുതി വെക്കരുത്. ഓക്കെ, വളരെ ഷോർട്ട്, മിനിമം ഒരു 7 lines ഒക്കെ മതി. അത് ഏതാരാളോ ഓക്കെ അത്ര എഴുതാം. അതിൽ കൂടുതൽ എഴുതി നമ്മൾ എന്തെങ്കിലും സമയം പോക്കരുത്, ബ്ലർബ് വൃത്തിയോടാക്കരുത്. ലാസ്റ്റ് വൺ ഇസ് ലീവ് സം ക്യൂരിയസ് എലമെന്റ്. മിസ് അത് ഓൾറെഡി പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിൻ്റെ ബ്ലർബ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കിയാലോ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തതാ കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇതൊന്നും ആയിരിക്കും ഒരു ചോദിക്കുക, എന്തും എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ബട്ട് നമ്മൾ എന്തായിരിക്കും ഫോമാറ്റിൽ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. ദ ആൽക്കമിസ്റ്റ്. ആദ്യം എന്താ നമ്മുടെ ബുക്കിൻ്റെ പേര് എഴുതുക. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓതർ. ആരാണോ ഓതർ. നമ്മളിപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ബുക്ക് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തിരിച്ചു നോക്കുക. നമ്മൾ ബാക്ക് കവറില്ലേ, ബാക്ക് കവർ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓതർ ഇമേജും ടൈറ്റിലും അതുപോലെ തന്നെ ഓതർ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തൊരു സാധനം ഉണ്ട്. അതാണ് മക്കളെ ബ്ലർബ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബുക്സ് ഉണ്ടാവില്ലേ, എന്തെങ്കിലും ബുക്സ് ഉണ്ടാവില്ലേ, ഒന്ന് നോക്കി വെക്കണം കേട്ടോ. സോ നമ്മൾ ആദ്യം എന്ത് എഴുതണം, ടൈറ്റിൽ എഴുതണം, പിന്നെ ഓതർ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് കൊടുക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഓതറിനെ കുറിച്ചും പറയണം ആൻഡ് ബുക്കിനെ കുറിച്ചും. ദ ആൽക്കമിസ്റ്റ് ഇസ് എ ബെസ്റ്റ് സെല്ലർ റിട്ടൺ ബൈ ദ ബ്രസീലിയൻ പോയറ്റ് പാബ്ലോ നെരൂദ. ഇവിടെ എന്ത് വന്നു, ഇത് ടൈറ്റിൽ വന്നു, ഇത് നമ്മുടെ ഓതറെ കുറിച്ച് വന്നു. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ് ഇൻ ദ ഇയർ 1988. കണ്ടോ, പബ്ലിഷ് ഇയർ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ഇയർ ഓഫ് പബ്ലിക്കേഷൻസ്. അപ്പോൾ എന്താണ്, ഡേറ്റ് വേണം. ആൻഡ് ഇറ്റ് വാസ് ഇൻ പോർച്ചുഗീസ് ലാംഗ്വേജ്. ഞാൻ പറയല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്ത ലാംഗ്വേജ്, അത് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ പോർച്ചുഗീസ് ആൻഡ് ഇറ്റ് വാസ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. The novel is an allegoric and deals with the journey of shepherd in search of pyramids after requiring dreams of finding a treasure. ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ബുക്കിനെ കുറിച്ച് അല്ലേ. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഒരു ബ്ലർബിളും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഇങ്ങനെ
കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, മെയിൻലി ഹൈലൈറ്റഡ് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. എന്തൊക്കെ കൊടുക്കാം? ഓദർ പാബ്ലോ നെരൂദ, പബ്ലിഷ് ഇയർ എന്താണ് 1988, നമ്പർ ഓഫ് പേജസ് അതൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. 208 ജേണൽ എന്ന് വെച്ചാൽ എന്ത്? ഫാൻറ്റസി. ജേണൽ എന്ന് വെച്ചാൽ ഇത് ഈ ബുക്ക് എങ്ങനത്തെ ടൈപ്പ് ബുക്കാണെന്നാ മനസ്സിലായോ? ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ, ഇത് പക്ഷേ ഒരു ഫാൻറ്റസിയാണ് അല്ലേ. ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് ഫാൻറ്റസി ടൈപ്പ് ഓഫ് ജോണറാണ്. ആൻഡ് ലാംഗ്വേജ്, ആക്ച്വലി ഇത് ലാംഗ്വേജ് ഇസ് പോർച്ചുഗീസ്, അത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അല്ലേ. സോ ഇത്രയാണ് എന്ത് നമ്മുടെ ബ്ലോഗിൽ വരേണ്ട കാര്യങ്ങൾ. ആദ്യം തോറും ടൈറ്റിൽ വേണം, അതുപോലെ തന്നെ ഓദർ വേണം, പിന്നെ നമ്മൾ പബ്ലിഷ് ചെയ്ത ഇയർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ചെറിയ നമ്മൾ ഈ ബുക്കിനെ കുറിച്ച് വളരെ കുറച്ച് എന്ത് ചെയ്യാം, എന്തെങ്കിലും നമുക്ക് എഴുതാം. ആൻഡ് ലാസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ് വേണം. ഓദർ, ട്രാൻസ്ലേറ്റ് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്, പേജസ് ഒക്കെ കൊടുത്താൽ നമ്മുടെ ബ്ലർബ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലർബിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ആൾ സെറ്റ് അല്ലേ? അപ്പോൾ ഈ ബ്ലർബ് എങ്ങനെ എക്സാം ചോദിച്ചാൽ നിങ്ങൾ എഴുതുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ന്യൂസ് റിപ്പോർട്ട്. ന്യൂസ് റിപ്പോർട്ട് എന്താ? യെസ്, മേ ബി ക്വസ്റ്റ്യൻസിൽ വരാം, മേ ബി അല്ല, നിങ്ങളുടെ ലെക്ക് അനുസരിച്ചിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ ഇസ് ഒരു ഹെഡിങ്, ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡിങ് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ഈ പാരഗ്രാഫ് ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് ആ സാധനം ഒരൊറ്റ ലൈൻ കൊടുക്കുക. അതൊരു ടാസ്ക് ആയിരിക്കും അല്ലേ നമുക്ക്. ബട്ട് പക്ഷേ നമ്മൾ എന്താണോ നമ്മുടെ പ്രശ്നം, ആ പ്രശ്നം ഒരൊറ്റ ടൈറ്റിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. എ ഡിസ്ക്രിപ്റ്റീവ് ടൈറ്റിൽ ദാറ്റ് ഈസ് എക്സ്പ്രസീവ് ഓഫ് ദ കോണ്ടന്റ് ഓഫ് ദ റിപ്പോർട്ട്. കോണ്ടന്റ് എന്താണോ അത് പക്കയായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് എന്തായിരിക്കണം, നമ്മുടെ ഹെഡിങ് വരണം. ഓക്കെ, അതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്. പ്ലേസ് നമ്മളെപ്പോഴും നമ്മൾ ഈ പത്രം വായിച്ചാൽ കാണില്ലേ, പ്ലേസും ഉണ്ടാവും ഡേറ്റും ഉണ്ടാവും. വെച്ചാൽ ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവും, ഒരുപാട് സ്ഥലമില്ല, നമുക്ക് അങ്ങനെ കൊടുക്കാം. ബട്ട് നമ്മളിപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് എന്ന് കൊടുത്താൽ മതി. ആൻഡ് എന്ത് വേണം, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് വേണം. ഇറ്റ് ഈസ് ജനറലി നോട്ട് മെൻഷൻഡ് ഇൻ എ മാഗസീൻ റിപ്പോർട്ട് സെപ്പറേറ്റ്ലി, ബട്ട് ഹിയർ ഇറ്റ് ഇസ്. ഒന്നുമില്ല, ഡേറ്റും പ്ലേസും ഡേറ്റും ഡേയും കൊടുത്താൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഓപ്പണിംഗ് പാരഗ്രാഫ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എക്സ്പാൻഷൻ ഓഫ് ദ ഹെഡ്ലൈൻ. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പാരഗ്രാഫില്ലേ, നമ്മൾ ഈ കൊടുത്ത ടൈറ്റിൽ ഇല്ലടാ, ആ ടൈറ്റിലിന് വളരെ ഇലാബറേറ്റ്, പക്ഷേ ഭയങ്കര ഇലാബറേറ്റ് അല്ല, ഒന്ന് ഇലാബറേറ്റ്. ഇപ്പോൾ ഒറ്റ ലൈനാണ് നമ്മൾ എന്ത് ചെയ്ത് ടൈറ്റിൽ ചെയ്തെങ്കിൽ 2 ലൈനാക്കി നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എന്ത് വേണം, സ്റ്റാർട്ടിങ് കൊടുക്കണം. വെച്ചാൽ അതിൽ തന്നെ മനസ്സിലാവണം എന്ത്, ഓ ഇതാണ് സംഭവം എന്ന സാധനം ആർക്ക് മനസ്സിലാവണം, റീഡേഴ്സിന് മനസ്സിലാവണം. ഓക്കെ, ഇറ്റ്സ് ഒരു ജനറൽ ഓവർവ്യൂ. ദ അക്കൗണ്ട് ഓഫ് ദ ഇവൻറ്റ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ എന്താണ് ഇവൻറ്റ്, എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം നമ്മുടെ എന്തിലുണ്ടാവണം, റിപ്പോർട്ടിൽ ഉണ്ടാവണം. എന്തൊക്കെയാണോ ക്വസ്റ്റ്യൻസ്? ഹൂ, വാട്ട്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹൂ, വാട്ട്, വെൻ, വേർ ആൻഡ് വൈ. ഇത്രയും ചോദ്യത്തിൻ്റെ ഉത്തരം എന്തുണ്ടാവണം, നമ്മുടെ റിപ്പോർട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാവണം. ആരെക്കുറിച്ചാണ് പറയുന്നത്, അതുപോലെ തന്നെ എന്താണ് സംഭവം, എപ്പോഴാണ് നടന്നത്, എവിടെ വെച്ചാണ് നടന്നത്, എന്താ റീസൺ. ഇത്രയും സാധനങ്ങൾ എന്തുണ്ടാവണം മക്കളെ, നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാവണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആൾക്കാർ വിചാരിക്കുന്ന ചോദ്യങ്ങൾ, അപ്പോൾ അതിന് ഉത്തരം ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരിക്കണം. ഓൾ സെറ്റ്. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യണം, കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. This will include the action that has been taken so far or what will be taken. It is the last paragraph. ഇതിന് എന്താണ് ആക്ഷൻ? ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ഒരാൾ മരിച്ചു, അത്രയ്ക്ക് പോകണം നമ്മൾ, സാരമില്ല, വെയിറ്റ്, അങ്ങനെ വിചാരിക്കുക, ഒരാൾ മരിച്ചു, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എന്താണ് സംഭവിച്ചത്, ഇപ്പം ഓപ്പോസിറ്റ് നിന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്ട് ഡീറ്റെയിൽസ് ഇല്ലടാ, അത് എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കാം. ഇത്രയുള്ള ന്യൂസ് റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് പറഞ്ഞുതരാം. എക്സാമ്പിളായിട്ട്, റേസ് അക്കാഡമി സ്റ്റുഡൻസ് ഷൈൻ ഇൻ നീറ്റ് റിസൾട്ട്. ഇപ്പോഴെല്ലാം നമ്മുടെ നീറ്റ് റിസൾട്ട് വന്നേ, ആൻഡ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്താം. ആൻഡ് ഫസ്റ്റ് വേണ്ടത് കാലിക്കറ്റ്, എന്ത് സ്ഥലം, അവിടെ പ്ലേസും ഡേറ്റും വേണം. 18th February 2025 ഞാൻ ഇന്നത്തെ ഡേറ്റ് എടുത്തത്. ആൻഡ് എങ്ങനെയാണ് തുടങ്ങുന്നത് നോക്കിയോ, സ്റ്റുഡൻസ് ഓഫ് റേസ് അക്കാഡമി അച്ചീവ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് റാങ്ക് ഇൻ നീറ്റ്. നിങ്ങൾ ഈ ടൈറ്റിൽ കണ്ടോ, ഈ ടൈറ്റിൽ ഞാൻ ജസ്റ്റ് 2 lines ഇലാബറേറ്റ് ചെയ്തായത് അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ടൈറ്റിൽ ഇലാബറേറ്റ് ചെയ്യാൻ. ആൻഡ് നീറ്റ് എക്സാം ഇൻ ദിസ് ഇയർ, എ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി വാസ് ഹെൽഡ് ഇൻ കാലിക്കറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നാമത്തെ കാര്യം, എന്താ സംഭവം എന്ന് വന്നു, എവിടെ വെച്ചാന്ന് വന്നു, എപ്പോഴാന്ന് വന്നു അല്ലേ. സ്റ്റുഡൻസ് വേർ അവാർഡഡ്, എന്താ വൈ, ലാസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, വേർ അവാർഡഡ് ഫോർ ദി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് മേക്കിംഗ് ദി അക്കാഡമി പ്രൗഡ്. The event aimed to encourage young achievers and inspire future students to excel the medical entrance exam. അപ്പോൾ എന്താണ്
നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം വന്നു അല്ലേ? ഹൂ വന്നു, സ്റ്റുഡൻസ്. വാട്ട് വന്നു, വെൻ വന്നു, വേർ വന്നു, ആൻഡ് വൈ. ഇത്രയും ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് അല്ലേ? അതാണ് എന്ത് നമ്മുടെ ന്യൂസ് റിപ്പോർട്ട്. ടൈറ്റിലും വേണം, പ്ലീസും വേണം, ഹെഡിങ് വേണം. ഇത്രയും ക്വസ്റ്റിന് എന്ത് വേണം? ആൻസറും വേണം. അങ്ങനെയാണ് എന്താണ് നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് പക്ക പെർഫെക്റ്റ് ആണ്. ഫോമാറ്റ് കിട്ടിയല്ലോ. നമ്മൾ ബ്ലർബിൻ്റെയും ന്യൂസ് റിപ്പോർട്ടിൻ്റെയും ഫോമാറ്റ് സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂടെ സംഭവം. ഫോമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഇമെയിൽ എന്താണ്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് ഇതാണ് എന്ത്? നമ്മുടെ ഇമെയിലിൻ്റെ ഫോർമാറ്റ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ തന്നെ പഠിക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ? ടു. നമ്മളിപ്പോൾ ലെറ്റർ അയക്കുമ്പം ടു ഫ്രം ഒക്കെ കൊടുക്കൂലേ? അതുപോലെ ഫസ്റ്റ് വേണ്ട കാര്യമാണ് എന്ത്? ടു. പക്ഷെ നമ്മൾ ടു അഡ്രസ്സിൽ എന്താ കൊടുക്കുക? പേരാണോ? അല്ല, നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണ്ടേ. ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കൊടുക്കാൻ. ഇപ്പം ഒരു പേര് ഇപ്പം ഞാൻ എനിക്ക് തന്നെ അയക്കാം. അപ്പോൾ ആദിത്യാന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? aditya@gmail.com. മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണോ? ഈ gmail.com എഴുതാൻ മറക്കരുത്, മെയിൽ കേട്ടോ. ഈ gmail.com വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി എഴുതുമ്പം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല. യു ഷുഡ് യൂസ് സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടു അഡ്രസ്സ് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? @gmail.com ഇടണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് CC ആൻഡ് BC. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് CC എന്നിട്ട് 2 കുത്തിടുക, BCC എന്നിട്ട് 2 കുത്തിടുക. ആക്ച്വലി CC എന്ന് വെച്ചാൽ എന്താണോ? ഇപ്പോൾ ഇതേ മെയിൽ ആദ്യത്തേക്ക് അല്ലാണ്ട് ഇപ്പം വേറെ 2 ആൾക്കാർ കൂടി എനിക്ക് അയക്കണം എന്നാണ് നമുക്ക് അവരുടെ ഇമെയിൽ അവരോട് കൊടുത്താൽ മതി. ഇതേ മെസ്സേജ് അവർക്കും എത്തും. അതാ. പക്ഷെ നമുക്ക് എന്താ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം 2 എഴുതണം, CC എന്നും BC എന്നും എഴുതി വെച്ചോ. പക്ഷെ അത് എന്തെന്നാണെന്നും എഴുതണ്ട. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് സബ്ജക്റ്റ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് അതെടുത്ത് ആലോചിച്ചതിൻ്റെ ആവശ്യമില്ല. അതാണ് വേറൊരു ഹൈലൈറ്റ്. മനസ്സിലായോ? സബ്ജക്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോപ്പിക് ഉണ്ടാവും അല്ലേ? ഇന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ഇന്നൊരു ഫ്രണ്ടിന് ഫ്രണ്ട് ഇല്ല നമ്മൾ എന്താണ് ഇമെയിലിൽ ഓക്കെ ഇമെയിൽ ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വിചാരിക്കും ഇന്നൊരു കാരണം കൊണ്ട് ഇന്ന ഫ്രണ്ടിന് നിങ്ങൾ ഒരു ഇമെയിൽ അയക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു കാര്യം എന്നില്ലേ ആ ഒരു ടോപ്പിക്കാണ് എന്ത്? നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് സബ്ജക്റ്റ് ആലോചിച്ച് തല പൊക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ആ ടോപ്പിക് എടുത്ത് സബ്ജക്റ്റിൽ എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. സോറി ഗൈസ്, റെഡ് ആയി പോയി. സോ എന്തുണ്ടാവും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ടോപ്പിക് ഇല്ലേ, അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സാലുറ്റേഷൻ എങ്ങനെയാണ്? ഇപ്പം ഡിയർ ആദിത്യക്കാണല്ലോ എഴുതുന്നത്. ഞാൻ എനിക്ക് തന്നെ എഴുതട്ടെ. ഡിയർ ആദിത്യ. മനസ്സിലായോ? അങ്ങനെ എഴുതിയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് നമ്മുടെ കോണ്ടന്റ് അത് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് എഴുതിയാൽ മതി. ഒരു 1 പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജിൽ എന്താ വെച്ചാൽ ഒരു സൈഡിൽ എന്തായാലും കൂടുതൽ അത്രയൊന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് കോണ്ടന്റ് തീരുന്നത് അത്ര എഴുതുക. പക്ഷേ ഒരു പേജിൻ്റെ സൈഡിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകരുത്. അത്രയും എഴുതാം നമ്മുടെ ഇമെയിൽ. ആൾ സെറ്റ്. ലാസ്റ്റ് എന്ത് ചെയ്യാം? യോ സിൻസിയറി ഇല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് എഴുതാം. ആൻഡ് എഗെയിൻ ഞാനിവിടെ ആദിത്യാന്ന് എഴുതുന്നു. ഇവിടെ എനിക്ക് തന്നെ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് എല്ലാ ആദിത്യാന്ന് കൊടുത്തത്. എനിക്ക് കൺഫ്യൂഷൻ ആവില്ലല്ലോ അല്ലേ? ആദിത്യാന്ന് എഴുതാം. പിന്നെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഞാനിപ്പോൾ വെറുതെ adi@gmail.com. ഓക്കെ, സെറ്റാണോ? അപ്പം നിങ്ങൾ മെയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? 2 എഴുതുമ്പം സ്മോൾ ലെറ്റർ ആയിരിക്കണം. @gmail.com കൊടുക്കണം. CC ആൻഡ് BC നമുക്ക് വേണ്ട, ജസ്റ്റ് അവിടെ എഴുതിയാൽ മതി. സബ്ജക്റ്റ് ഈസി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് മെനക്കെടേണ്ട ഒരു ആവശ്യമേ ഇല്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ സാലുറ്റേഷൻ. ആർക്കാണെന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ഡിയർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എന്ന് എഴുതിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കോണ്ടന്റ് എഴുതുക, യുവർ സിൻസിയർലി നെയിം ചെയ്ത് ഇമെയിൽ ഐ ഡി എഴുതുക. ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ മെയിൽ. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? സ്പീച്ചിലേക്ക് കിടക്കാം. സ്പീച്ച് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് സിമ്പിളാണ്. നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഇപ്പോൾ ഏതാണ് നിങ്ങളോട് ചോദിക്കാമെന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്താണ് ഇതും നമ്മൾ പഠിക്കുന്നു. സോ സ്പീച്ച് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്പീച്ച് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ അല്ലേ? നമ്മൾ ഈ അസംബ്ലിയിലൊക്കെ നിന്ന് തലയിറങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള കാര്യമാണ് എന്ത്? സ്പീച്ച് അല്ലേ? ഒന്നെങ്കിൽ എന്താണ് വെൽക്കം സ്പീച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാം വരാണെങ്കിൽ നമുക്ക് വെൽക്കം സ്പീച്ച് ഉണ്ടാവും, വോർത്ത് ഓഫ് താങ്ക്സ് ഉണ്ടാവും, താങ്ക് യു സ്പീച്ച് ഉണ്ടാവും, ഒരുപാട് സ്പീച്ച് ഇല്ലേ? ബട്ട് ഇവിടെ നമുക്ക് വേണ്ട സ്പീച്ച് എന്താ നമുക്ക് നോക്കാം.
സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം സാലുറ്റേഷൻ വേണം. മീൻസ് ഇപ്പം റെസ്പെക്റ്റഡ് ഓഡിയൻസ് നമ്മൾ പറയില്ലല്ലോ. ഇപ്പോൾ ഒന്നെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പീപ്പിൾ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഡിയർ വൺസ്. എങ്ങനെയാണോ നമുക്ക് സാലുറ്റേഷൻ കൊടുക്കണം നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് വെച്ച് തുടങ്ങാം അല്ലേ. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. മെയിൻലി നമ്മൾ കേട്ടിട്ടുള്ള എന്താണ് ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ തുടങ്ങാം. പക്ഷേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നമുക്ക് മെയിൻലി നിങ്ങൾ യൂസ് ചെയ്യേണ്ട, ബിക്കോസ് നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇടാം. ബട്ട് അത് ആക്ച്വലി നമ്മൾ ഇവർ എന്തിനാണ് അനൗൺസ്മെൻറ്റിലാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് യൂസ് ചെയ്യാം. ആൻഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാമിന് എന്താണ് ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ, അത് മതി. അപ്പോൾ എന്താണ് നമ്മൾ എല്ലാവരും അഡ്രസ്സും ചെയ്ത് ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തു, അല്ലെങ്കിൽ ഗ്രീറ്റിംഗും കൊടുത്തു, അതുപോലെ തന്നെ എല്ലാവരും അഡ്രസ്സും ചെയ്തു. സോ ഐ പ്രിഫർ ദിസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം, അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇൻട്രൊഡക്ഷൻ. നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ വന്നത്, നമ്മുടെ സ്പീച്ചിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കാൻ വന്നത് അതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുക, പുട്ട് ഫോർവേഡ് ചെയ്യുക. ബോഡി പാരഗ്രാഫിൽ എന്തൊക്കെ വേണം? എൻഷുർ ദ ലോജിക്കൽ കണ്ടിന്യൂറ്റി ആൻഡ് പ്രൊവൈഡ് സൊല്യൂഷൻ ആസ് വെൽ. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ടോപ്പിക് ഇപ്പം ഡ്രഗ് അബ്യൂസ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് മോർണിംഗ് എവറി വൺ ആൻഡ് താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ, താങ്ക്സ് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് അതുകൊണ്ട് ലാസ്റ്റ് പറയല്ലേ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. സോ ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദിസ് ജനറേഷൻ അബൌട്ട് ഡ്രഗ് അബ്യൂസ്. അങ്ങനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക തുടങ്ങുക. ഇപ്പം പിന്നെ പറയാം നമുക്ക് ഡ്രഗ് അബ്യൂസ് ഇപ്പോൾ ഒരുപാട് ഇൻക്രീസായി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഹിൻറ്റ് കൊടുക്കാം എന്ത് ഡ്രഗ് അബ്യൂസാണ് നമ്മൾ പറയുന്നതെന്ന്. നെക്സ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് ഭയങ്കര ഡ്രഗായിട്ട്, നിങ്ങളല്ല കുറച്ച് പേര് എന്താ ഡ്രഗായിട്ട് ഭയങ്കര യൂസ്ഡ് ആണ്, അപ്പം അത് ഹെൽത്തിനുമല്ല, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പറയാം. അതിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ആദ്യം പ്രോബ്ലംസ് പറയാം, പിന്നെ സൊല്യൂഷൻ പറയാം. അല്ലാണ്ട് സൊല്യൂഷൻ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഒരിക്കലും പ്രോബ്ലം പറയരുത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം അല്ല ഇങ്ങനെ ചെയ്യാം എന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ലാസ്റ്റും പറയാം. അപ്പോൾ ആദ്യം എന്താ ടോപ്പിക് എന്ന് പറയാം, പിന്നെ എന്താ നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയാം, പിന്നെ എന്താ സൊല്യൂഷൻ പറയാം, ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. എത്രയേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് താങ്ക് യു. ഒരു സ്പീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, താങ്ക് യു മസ്റ്റായിട്ട് പറയണം. ഓക്കെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഓൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, ടോപ്പിക്കിനെ കുറിച്ച് പറയാം, പ്രോബ്ലം പറയാം, സൊല്യൂഷൻ പറയാം, കൺക്ലൂഡ് ചെയ്യുക. ലാസ്റ്റ് താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു, ഹാവ് എ നൈസ് ഡേ അങ്ങനെ പറയാം അല്ലേ. ഹാവ് എ നൈസ് ഡേ, താങ്ക് യു. ഇത്രയുള്ള മക്കൾ നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്നത്. ഓൾ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ലെറ്റർ. ആൻഡ് വി ഹാവ് 2 types ഓഫ് ലെറ്റർ. നമുക്ക് 2 ടൈപ്പ് ലെറ്റർ പഠിക്കണം. ലെറ്റർ ഈസി അല്ലേ? ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഫോർമൽ ലെറ്റർ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ ലെറ്റർ എത്രയുണ്ട്? 2 ടൈപ്സ് ഉണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫോർമൽ ലെറ്റർ പഠിക്കാം. അതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ഇൻഫോർമൽ സിമ്പിളാണ്. ഇൻഫോർമലും ഫോർമൽ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ബോസിന് നിങ്ങൾ അയക്കുന്ന ഒരു ലെറ്റർ ഉണ്ട്. ആ എടാ നിനക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബോസിന് അയക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് എന്ത് ഫോർമൽ വരുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനാണ് അയക്കുന്നതെന്ന് വിചാരിച്ചോ, നമുക്ക് എന്ത് ചെയ്താൽ അല്ലേ, എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ അതാണ് എന്ത് ഇൻഫോർമൽ ലെറ്റർ. വ്യത്യാസം മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു ഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതാന്ന്. ഒരു ഫോർമൽ ലെറ്ററിൽ ആദ്യം വേണ്ട എന്താണെന്നോ, നമ്മൾ ഇപ്പം ഞാൻ അയക്കുന്നത് വിചാരിച്ചോ, ഞാനിപ്പോൾ ഒരു പേര് ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരാൾക്ക് അയക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് എഴുതേണ്ട ആരാന്നോ, എൻ്റെ അഡ്രസ്സാണ്. ഞാനാണല്ലോ എഴുതുന്നത്. അപ്പം എൻ്റെ അഡ്രസ്സ്, ഫ്രം അഡ്രസ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്തും, ഇവിടെ എഴുതാമല്ലേ, ഫ്രം എന്ത് ചെയ്തും ആദിത്യ, പിന്നെ എൻ്റെ അഡ്രസ്സ് എഴുതും. വേണമെങ്കിൽ പിൻകോഡൊക്കെ എഴുതി വെച്ചോ, എന്താണോ പിൻകോഡ് അങ്ങനെ എഴുതുക. പിന്നെ ആദ്യം അപ്പോൾ എൻ്റെ അഡ്രസ്സ് എഴുതി. ഇപ്പം ഞാൻ ഒരാൾക്ക് അയക്കുകയാണ്, ഞാൻ ഐശ്വര്യക്ക് അയക്കുന്നതുകൊണ്ട് എൻ്റെ അഡ്രസ്സ് എഴുതി. ഇനിയിപ്പോൾ ആർക്കാണ് കിട്ടേണ്ടത്? ഐശ്വര്യക്ക്. അപ്പം നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഐശ്വര്യൻ്റെ അഡ്രസ്സ് ചെയ്താൽ ഐശ്വര്യ എന്നാണ് സ്ഥലം, അത് എഴുതാം. ആൻഡ് നമ്മുടെ സബ്ജക്റ്റ്, ഇപ്പം സബ്ജക്റ്റ് എന്താണ്, ഒരു എന്തെങ്കിലും ഇപ്പം ലെറ്റർ അയക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് പറയും ഗൈസ്. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു സബ്ജക്റ്റ്. ആൻഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്തുണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എടുത്ത് ഇവിടെ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അത് എഴുതുക. ആൻഡ് സാലുറ്റേഷൻ. അത് കഴിഞ്ഞാൽ എന്താണ് സാലുറ്റേഷൻ, എന്ത് എഴുതും നമ്മൾ, ഡിയർ വേണോ വേണ്ട, നിങ്ങൾക്ക് റെസ്പെക്റ്റഡ് ഐശ്വര്യ അല്ലെങ്കിൽ വാട്ടെവർ, നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതാം. റെസ്പെക്റ്റഡ് ഐശ്വര്യ എഴുതിയിട്ട് നമ്മൾ എന്താണ് നമ്മൾ പറയാൻ പോകുന്ന കോണ്ടന്റ് അത് വളരെ കുറച്ച് മതി. കാരണം
എന്താണ് നമ്മുടെ ഫ്രണ്ട് അല്ല ബോസ് എത്രത്തോളം വായിക്കും നമുക്കറിയില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ബോസ് ഫ്രണ്ട് അങ്ങനെയൊന്നും എഴുതി വെക്കരുത്, ബോസ് ഫ്രണ്ട് ഒന്നും എഴുതി വെക്കരുതേ. ആൻഡ് ഫസ്റ്റ് എന്ത് വേണം, ആരാണ് അയക്കുന്ന അയാളുടെ അഡ്രസ്സ് വേണം, പിന്നെ കിട്ടുന്ന ആൾ അഡ്രസ്സ് വേണം, പിന്നെ സബ്ജക്റ്റ് വേണം, പിന്നെ സാലിറ്റേഷൻ, പിന്നെ നമ്മൾ കോണ്ടന്റ് എപ്പോഴും പറയുന്ന പോലത്തെ എന്താണ് യുവർ സിൻസിയർലി ആദിത്യ. അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ലെറ്റർ കഴിഞ്ഞു, ഫോർമൽ ലെറ്റർ. ഓക്കെ, ആദ്യം എന്ത് വേണം, ഫ്രം വേണം, ടു വേണം, സബ്ജക്റ്റ് വേണം, സാലിറ്റേഷൻ വേണം, പിന്നെ നമ്മൾ എന്താണോ കോണ്ടന്റ് ചെയ്താൽ ഇതും ഒരു പേജിൻ്റെ ഒരു സൈഡിന് അപ്പുറത്തേക്ക് കവിയരുതേ, അത്ര എഴുതിയാൽ മതി. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യണം, യുവർ സിൻസിയർലി അല്ലെങ്കിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി വാട്ടെവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫോർമൽ ലെറ്റർ നോക്കിയാൽ ഇൻഫോർമൽ ലെറ്റർ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, നമ്മളൊരു ഫ്രണ്ടിനെ എഴുതുക. സോ ആദ്യം എന്ത് ചെയ്യുക, സെൻഡേഴ്സ് അഡ്രസ്സ്, ഇപ്പം എൻ്റെ അഡ്രസ്സ് ഫ്രം ആദിത്യ. പിന്നെ എന്ത് ചെയ്യുക, സാലിറ്റേഷൻ ഡിയർ കൊടുക്കാം. ഇൻഫോർമൽ നമുക്ക് ഡിയർ അതൊക്കെ മതി, റെസ്പെക്റ്റ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്. ഇപ്പം ഡിയർ ഐശ്വര്യ, എന്താ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ദിസ് ഇസ് ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അത് എഴുതുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, യുവർ ലവിങ്ലി എന്ന് എഴുതിയിട്ട് നമ്മുടെ നെയിം കൊടുക്കുക, ആദിത്യ. ഇപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ തമ്മിലുള്ള വ്യത്യാസം. ഫോർമൽ എന്താണ്, ഫ്രം വേണം, ടു വേണം, സബ്ജക്റ്റ് വേണം, സാലിറ്റേഷൻ വേണം, കോണ്ടന്റ് വേണം, ആൻഡ് ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് വെച്ചാൽ യുവർ ഫെയ്ത്ത്ഫുള്ളി. അങ്ങനെ ഇൻഫോർമൽ ആണെങ്കിലോ ഒന്നും വേണമെന്നില്ല, നമ്മുടെ ഇത് വേണം, ആരാ കൊടുക്കുന്നത് അത് വേണം. ഇപ്പം ഫ്രം വേണം, ഫ്രം എന്ന് വെച്ചാൽ ഫ്രമ്മേ വേണം, ടു വേണ്ട, സബ്ജക്റ്റ് വേണ്ട, അത് നിങ്ങൾ ഓർത്താൽ മതി. ഫ്രം വേണം, ടു വേണം, സബ്ജക്റ്റ് വേണം. ഫ്രം എഴുതുക, പിന്നെന്താ ഡിയർ, സാലിറ്റേഷൻ കൊടുക്കുക, കോണ്ടന്റ് കൊടുക്കുക, ആൻഡ് ലാസ്റ്റ് ഫെയ്ത്ത്ഫുള്ളി ആൻഡ് ലവിങ്ലി എന്തെങ്കിലും കൊടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഇതാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ബ്ലോഗ് റൈറ്റിംഗ്. ബ്ലോഗ് റൈറ്റിംഗ് എന്താ ശരിക്കും, നമുക്കിപ്പം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളേ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ടെവർ ഇൻഫോർമേറ്റീവ് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എഴുതുകയാണ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് നമ്മുടെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരും എഴുതില്ല, ചിലവരെന്ത് ചെയ്യും ഇങ്ങനെ എഴുതും, എല്ലാവരും ജസ്റ്റ് ഒരു സ്ക്വയർ ബോക്സിലിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. അതുപോലെയാണ് ബ്ലർബ്, പക്ഷേ കുറച്ച് അധികം എഴുതണം, ദാറ്റ്സ് ഇറ്റ്, അത്ര ഡിഫറൻസ് ഉള്ളൂ. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, നമുക്ക് ഒരാളോടല്ല നിങ്ങളുടെ സൊസൈറ്റിയോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം, അത് എഴുതുക, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനൊറ്റ കാര്യം ശ്രദ്ധിക്കണം, ഹെഡിങ് വേണം, എന്തായാലും എന്ത് വേണം, ടൈറ്റിൽ വേണം, ആൻഡ് ഡേറ്റും ഓർഡർ. ഇപ്പം ഞാനാണ് എഴുതുന്നതെന്ന് വിചാരിച്ചോ, അപ്പം ഞാനാണെങ്കിൽ ഹെഡിങ് എന്താണ്, എന്തിനെക്കുറിച്ച് എഴുതാം, AI വേഴ്സസ് ഹ്യൂമൻ, ഇതാണ് എൻ്റെ ഹെഡിങ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാണ് എഴുതുന്നത്, അപ്പോൾ ഇന്ന് എത്ര ഡേറ്റ്, 18th February 2025 അല്ലേ. അങ്ങനെ ആദ്യം എന്താണ് എഴുതേണ്ടത്, മന്താണ് എഴുതേണ്ടത്. അപ്പോൾ February 18, 2025 എഴുതിയിട്ട് എന്ത് ചെയ്യുക, എൻ്റെ പേര് എഴുതുക, എൻ്റെ പേര് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്താ, ഓക്കെ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്, നമ്മുടെ എന്താ ടോപ്പിക്, AI വേഴ്സസ് ഹ്യൂമനിസം ഇൻ നൗ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഇത്രയും എന്താ, പിന്നെ കോണ്ടന്റ് ചെയ്താൽ എങ്ങനെ എഴുതാം, ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണം, ഒരു ബോഡി പാരഗ്രാഫ് കൊടുക്കുക, ആൻഡ് ഫൈനൽ എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, മറ്റേ ബ്ലോഗ് റൈറ്റിംഗ് എഴുതുമ്പം ടൈറ്റിൽ വേണം, അതുപോലെ തന്നെ മന്ത്, ഡേറ്റ്, ഇയർ ആൻഡ് ഓതർ, പിന്നെ നമ്മൾ എന്താണ് കോണ്ടന്റ് അത് എഴുതുക, ദാറ്റ്സ് ഇറ്റ്. ഇത്രയുള്ള എന്ത് നമ്മുടെ ബ്ലോഗ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വൺ ഇസ് ജോബ് ആപ്ലിക്കേഷൻ. ജോബ് ആപ്ലിക്കേഷൻസ് കവർ ലെറ്റർ എന്നൊക്കെ പറയില്ല, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, മീൻസ് ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആക്ച്വലി നമ്മളെ ലെറ്റർ ഇല്ലേ, ഫോർമൽ ലെറ്റർ അല്ല, ഫോർമൽ ലെറ്റർ ഇല്ലടാ, അതുപോലെ തന്നെയാണ് സംഭവം. ഫസ്റ്റ് നമ്മൾ വേണം ഫ്രം അഡ്രസ്സ് വെച്ചാൽ ആദിത്യ ടു ഒരു പേര് പറയണം, നമിത. ഓക്കെ, ഫ്രം ഞാൻ എൻ്റെ ഫ്രണ്ട് അല്ല, ആക്ച്വലി എനിക്കൊരു ജോബ് വേണം. അപ്പോൾ അതിന് അവിടുത്തെ ബോസ്, മാനേജിങ് ഡയറക്ടർ, ഇപ്പോൾ നമിത മാനേജിങ് ഡയറക്ടർ ഓഫ് ഇന്ന, ഇപ്പോൾ റേസ് എന്ന് പറയാം, മാനേജിങ് ഡയറക്ടർ എന്ന് ഒരാൾക്ക് ഞാൻ അയക്കുന്നത് എന്ത്, ഇൻ്റർവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടിട്ട്. സോ ഫസ്റ്റ് ഫ്രം വേണം, ടു വേണം, സബ്ജക്റ്റ് വേണം അല്ലേ. നമുക്ക് വേണമെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ സാലിറ്റേഷൻ, റെസ്പെക്റ്റഡ് സാർ ഓർ മാഡം, ഇവിടെ മാഡം ആയതുകൊണ്ട് മാഡം എന്ന് കൊടുക്കാം. ഓക്കെ, റെസ്പെക്റ്റഡ് മാഡം. പിന്നെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ വരേണ്ടതെന്ന് അറിയോ, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലിടാ, അതിലെന്താ വരേണ്ടതെന്നോ, സ്റ്റേ ദ ജോബ് യു ആർ അപ്ലൈങ് ആൻഡ് ഫോർ വേർ യു ഫൗണ്ട് ദ അഡ്വർടൈസ്മെന്റ്. നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ലെറ്റർ എഴുതുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടെന്ന് വെച്ചാൽ അതൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മെയിലാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എഴുതുക. ആൻഡ് കുറച്ച് ഇൻട്രൊഡക്ഷൻ എഴുതുക. സോ ഞാൻ ഈ ജോബ് കണ്ടത് ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോഴായിരുന്നു ആൻഡ് എനിക്കത് അപ്ലൈ ചെയ്യണമെന്നപ്പോൾ തോന്നി, അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽ. നമ്മൾ എവിടെ എത്രത്തോളം പഠിച്ചു, ഈ ജോബിൽ നമ്മൾ ആപ്റ്റ് ആണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ, മനസ്സിലായോ? അപ്പം നമ്മുടെ സ്കിൽസ് ഒക്കെ എന്തൊക്കെ സ്കില്ലുണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ആൻഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? റിക്വസ്റ്റ് കൺസിഡർ ഫോർ ദ പൊസിഷൻ ആൻഡ് എക്സ്പ്രസ് യുവർ ഇൻട്രസ്റ്റ്. നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, ഒരു പൊളൈറ്റ് രീതിയിൽ ഈ ജോലിക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഒരു റിസീവിങ് കോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. ആക്ച്വലി എന്താണ് നമ്മുടെ ഈ ഫോർമൽ ലെറ്റർ ഇല്ലേ, അതെന്നെയാണ് സംഭവം. ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നമ്മളെ ജോബ് ആപ്ലിക്കേഷനിൽ. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യുക, യുവർ സിൻസിയർലി നമ്മുടെ പേര് ഇപ്പം ആദിത്യയല്ലേ, ഞാൻ തന്നെയല്ലേ, സോ സിൻസിയർലി ആദിത്യ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൾ ടു ആക്ഷൻ കൊടുക്കാം, മീൻസ് CTA കൊടുക്കാം. ഇപ്പം ഫോൺ നമ്പറോ ഇല്ലെങ്കിൽ ഇമെയിൽ ID എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ളത് അതും കൂടെ നിങ്ങൾക്ക് ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ. ആക്ച്വലി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കവർ പേജ്. നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. കവർ പേജും കൂടിയാണ്, കവർ ലെറ്റർ കൂടിയാണ് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, താങ്ക് യു, ശരിക്കും കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ഇന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബ്ലർബ് നമ്മൾ തുടങ്ങിയല്ലേ, ബ്ലർബ് ഡിസ്കസ് ചെയ്തു, ഇമെയിൽ ഡിസ്കസ് ചെയ്തു അല്ലേ, ബ്ലർബ് ഡിസ്കസ് ചെയ്തു, ന്യൂസ് റിപ്പോർട്ട് ഡിസ്കസ് ചെയ്തു, ഇമെയിൽ ഡിസ്കസ് ചെയ്തു, സ്പീച്ച്, ലെറ്റർ 2 ടൈപ്സ് ഉണ്ട് അല്ലേ, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ലെറ്റർ, ബ്ലോഗ് റൈറ്റിംഗ് ആൻഡ് ക്ലാസ് നമ്മളിത് ജോബ് ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ +2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റൊക്കെ നിങ്ങൾക്ക് പക്കയല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സാമിന് എന്ത് ചെയ്യുക, ഈ ഫോമാറ്റ് പഠിച്ചു പോയിട്ട് എന്ത് ചെയ്യുക, എന്താണ് ക്വസ്റ്റ്യൻ വന്ന് ആ കോണ്ടന്റ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന്. അപ്പോൾ ഓൾ സെറ്റ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ ക്ലാസ് കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.